അവർ ആരെ അടിച്ചു? ഡിവൈഎസ്പിക്ക് എന്താ ബോധ്യമുണ്ടല്ലോ, ഡിവൈഎസ്പിക്ക് ബോധ്യമുണ്ടല്ലോ, എന്താണ് ഡിവൈഎസ്പിക്ക് ബോധ്യമുണ്ടല്ലോ. കല്ലെറിഞ്ഞതാരാ? നിങ്ങൾ എന്നിട്ട് അവരെ ഓടിച്ചോ? നിങ്ങൾ അവരെ ഓടിച്ചോ? നിങ്ങൾ മുഖം നോക്കി തന്നെ അടിച്ചേ, നിങ്ങൾ മുഖം നോക്കി തന്നെ അടിച്ചേ, നിങ്ങൾ മുഖം നോക്കി തന്നെ അടിച്ചേ. ആ പേര് പറഞ്ഞ CI ആരെ മാറ്റി? നിങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങളൊരു പ്രതിഷേധം ഞാൻ സംസാരിക്കുക, ഡിവൈഎസ്പിയോട് സംസാരിക്കുക, വേറൊരാൾ സംസാരിക്കുന്നു. ഞാനത് പിരിച്ചുവിട്ടതാ. നമ്മൾ തമ്മിൽ സംസാരിച്ച് പിരിച്ചിട്ട് അവസാനിപ്പിച്ചതാ. അവരുടെ പാർട്ടി ഓഫീസ് അവിടെ നിൽക്കുക, അവിടെ നിങ്ങൾ ആളുകളെ ക്ലിയർ ചെയ്തു. സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത്? സാധാരണ എങ്ങനെയാണോ ക്ലിയർ ചെയ്യുന്നത്? ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും അവിടെ ഇപ്പോൾ ഉണ്ട്. നിങ്ങൾ എന്നിട്ട് ഈ പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാത്രം അടിച്ചു. എന്താണ് ജോബിൻ? പോലീസ് അടിച്ചതാ, ഡിവൈഎഫ്ഐക്കാർ അടിച്ചതല്ല. അവരെ അടിച്ചില്ല ഡിവൈഎസ്പി, അവരെ അടിച്ചില്ല ഡിവൈഎസ്പി. ആ CI ഞാൻ കണ്ടതല്ലേ, ആ പേര് വിളിച്ച ആള്. എന്താണ് പേര്? മുരുകനോ? വണ്ടിപ്പെരിയാറിൽ സംഘർഷത്തിലേക്ക് പോയി കാര്യങ്ങൾ ഡിവൈഎഫ്ഐ ഓഫീസിന് മുന്നിലൂടെ പോകുമ്പോൾ കല്ലും ബീറുപ്പിയും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിനെതിരെ ഡിവൈഎഫ്ഐ വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. ഒരു സംഘർഷം അവിടെ ഉണ്ടായി. ആ സംഘർഷത്തെ തുടർന്ന് രാത്രിവീശലാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണോ എന്നറിയില്ല. അങ്ങോട്ടേക്ക് ഡിവൈഎഫ്ഐ ഓഫീസിന് മുന്നിൽ നിന്നും കല്ലും കമ്പും ബീറുപ്പിയും വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് ആരോപണം. രാഹുൽ മങ്കൂട്ടത്തിൽ പോലീസിനോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. എന്തായാലും അത് വലിയ സംഘർഷത്തിലേക്ക് പോയി, ലാത്തിചാർജിലേക്ക് പോയി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാത്രം ലാത്തിചാർജ് ചെയ്തു പോലീസ് എന്നുള്ളതാണ് രാഹുൽ മങ്കൂട്ടത്തിലും യൂത്ത് കോൺഗ്രസിന്റെയും ആരോപണം. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഓഫീസിനുള്ളിൽ തടിച്ചുകൂടിയവരെ മാറ്റാൻ തയ്യാറായില്ല പോലീസ് എന്നും യൂത്ത് കോൺഗ്രസ് പറയുന്നു. എന്തായാലും അവിടെ സംഘർഷം, വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. രാഹുൽ, ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയതും ജാഥയ്ക്ക് നേരെ അല്ലെങ്കിൽ പ്രതിഷേധ മാർച്ച് നേരെ അവർ ഈ കല്ല് വലിച്ചെറിഞ്ഞതുമാണോ, കമ്പ് വലിച്ചെറിഞ്ഞതുമാണോ ഇത്രയും വലിയ പ്രകോപനത്തിലേക്കും പ്രതിഷേധത്തിലേക്കും കാര്യങ്ങൾ പോയത് രാഹുൽ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ പ്രകടനമായിട്ടാണ് ഈ പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിന് ശേഷം ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വണ്ടിപ്പെരിയാർ ടൗണിലേക്ക് നീങ്ങിയത്. അതിനിടയിലാണ് ഈ ഡിവൈഎഫ്ഐ CPM പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു മുദ്രാവാക്യം വിളി ഉണ്ടാകുന്നത്. മാത്രമല്ല അതിനിടയിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നാലെ ഇരു ഭാഗത്തു നിന്നും വടികൾ വലിച്ചെറിയുകയും കല്ലുകൾ വലിച്ചെറിയുകയും അതുപോലെ തന്നെ ബീർ കുപ്പി ഉൾപ്പെടെ വലിച്ചെറിയുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി. അതിന് പിന്നാലെയാണ് ഈ സംഘർഷ സാധ്യത ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തല്ലുകൊള്ളാനും തരാനും ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫൈറ്റ് ചെയ്യാം. ആ പേര് പറഞ്ഞു ഉദ്യോഗസ്ഥൻ, അയാളുടെ ലീഡർഷിപ്പിൽ എവിടെ വരെ ഓടി വന്നത്? പോലീസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരു പ്രയാസമില്ല. അപ്പൊ ആ CIക്ക് എതിരായിട്ട് നടപടി ഉണ്ടാകണം. കണ്ടല്ലോ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാ. ഒരു പ്രവർത്തകന് പോലീസിന്റെ ലാത്തിചാർജിൽ പരിക്കുണ്ട്, തല പൊട്ടിയിട്ടുണ്ട്. ഇതിലെ പ്രശ്നം ഡിവൈഎഫ്ഐ ഓഫീസിന് മുന്നിൽ നിന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നേരെ കമ്പുകളും കല്ലും ബീറുപ്പിയും വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. അതിൽ പോലീസ് ഏകപക്ഷീയമായി പെരുമാറി. അത് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റിയില്ല. അതായത് വണ്ടിപ്പെരിയാറിലെ ഡിവൈഎഫ്ഐക്കാർ ആ പ്രതിയായ വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്ന അർജുനോടൊപ്പമാണ്. അവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്ക് എതിരായിട്ടുള്ള സമരമാണോ നടന്നത്? പോലീസ് സ്റ്റേഷനിലേക്ക് സമരം നടത്തുമ്പോൾ ഡിവൈഎഫ്ഐക്കാരൻ ഓഫീസിൽ നിന്നിട്ട് കല്ലെറിയുക, ഓഫീസിനകത്ത് നിന്നിട്ട് സോഡാ കുപ്പി എറിയുന്നു. ഈ പോലീസുകാർ നോക്കി നിൽക്കുക. ഇവിടെ തുടക്കം തൊട്ട് പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു CI ഉണ്ട്, സർക്കിൾ ഇൻസ്പെക്ടർ. അയാളുടെ പേരെടുത്ത് ഞാൻ പറഞ്ഞതാ. അയാളാണ് പുറകെ വന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാ. അവിടെ ഇവിടെ കയറി ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങളുടെ പ്രകടനം നടക്കുമ്പോൾ അവർക്ക് റോഡിൽ എന്താ കാര്യം? റോഡിലിറങ്ങി നിൽക്കലാണോ അവരുടെ പരിപാടി? ഞാൻ ഇടയ്ക്ക് നിന്നതാ. ഇടയ്ക്ക് നിന്ന് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ നോക്കിയതാ. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ തെരുവിൽ തല്ലില്ലാന്ന്. എന്നിട്ട് അവന്റെ പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രസിഡന്റ്